കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തികച്ചും അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കാതെ കഴിഞ്ഞു. റിസൾട്ടും വന്നു. ഇന്നുവരെ കേരളത്തിലുണ്ടാകാത്ത അത്ര വിജയം വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി നേടി. എന്നാൽ ഈ നേട്ടത്തിൽ ആഹ്ലാദം പരിധി വിടാതെ സമചിത്തതയോടുകൂടി UDF നേതൃത്വം കൈകാര്യം ചെയ്യണം എന്ന എളിയ അഭ്യർത്ഥനയാണ് ഉള്ളത്. വിജയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുവാനും അതോടൊപ്പം തന്നെ പരാജയങ്ങൾക്ക് പാത്രീഭൂതമായ സംഭവങ്ങൾക്ക് മറുപടി കണ്ടെത്തുവാനുമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശ്രമിക്കേണ്ടത് എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഇന്നലകളിൽ സംഭവിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ചില ദിശാബോധം നമുക്ക് നൽകുന്നതാണ്. ജനങ്ങൾ പഴയതുകൂട്ട് നേതാവ് പറയുന്നത് നേര് എന്ന് വിശ്വസിക്കുന്ന അവസ്ഥ മാറിയിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസത്തിൻ്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ജനങ്ങൾ സത്യം പലപ്പോഴായി അറിയുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ പറയുന്നത് അന്ധമായി വിശ്വസിച്ച് നടപ്പാക്കുന്ന നടപടിക്രമം ഇനിയും നടക്കില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം. സമുദായ സമവാക്യങ്ങൾ പലപ്പോഴും കേരള രാഷ്ട്രീയത്തെ ബാധിക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം LDFനെതിരായി വോട്ട് ചെയ്തു എന്ന് ചില LDF നേതാക്കന്മാർ വിലപിക്കുന്നു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. കേരളത്തിലെ LDFന് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരുന്ന പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾ LDFനെ കൈവിട്ടു തുടങ്ങി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ചാത്തന്നൂർ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നും ജയിച്ചത് BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ചാത്തന്നൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും കൂലങ്കഷമായി ചിന്തിക്കേണ്ട സമയമാണിത്. കേരളത്തിലെ ഭാവി രാഷ്ട്രീയത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് ചാത്തന്നൂരെ തിരഞ്ഞെടുപ്പ് ഫലം, അതുപോലെ തന്നെ കഴക്കൂട്ടത്തെ തിരഞ്ഞെടുപ്പ് ഫലം. ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുവാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകേണ്ടത് ആനുകാലിക കടമയാണ്. ഞാനിത് പറയാൻ കാരണം ചാത്തന്നൂർ മുസ്ലിം മതന്യൂനപക്ഷങ്ങളോ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ടല്ല BJPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് എന്ന് നാം കാണണം. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വോട്ട് ബാങ്കായ ഈഴവ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾ ആ മുന്നണിയെ കൈവിട്ടിരിക്കുന്നു എന്നാണ് ചാത്തന്നൂർ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ പിന്നോക്ക പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ജനതയെ അവഗണിച്ചുകൊണ്ട് അവരുടെ വോട്ട് മാത്രം മതിയെന്നും അവർ കൊടിപിടിക്കുവാനും വെള്ളം കോരുവാനും വിറക് വെട്ടുവാനുമുള്ളവർ മാത്രമാണ് എന്ന രീതിയിൽ മുന്നണി നേതൃത്വങ്ങൾ പെരുമാറിയതിൻ്റെ തിരിച്ചടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൺതുറന്ന് കാണുവാനും ചെവി തുറന്ന് കേൾക്കുവാനും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറായില്ല എങ്കിൽ ഭാവിയിൽ ചാത്തന്നൂർ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലേക്കും വ്യാപിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകൾ ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട സമുദായങ്ങൾക്കും സംഘടനകൾക്കുമൊക്കെ പ്രാതിനിധ്യം നൽകുന്നതിനും അതോടൊപ്പം തന്നെ അവസരം നൽകുന്നതിനും വേണ്ടിയുള്ളതാകണം എന്ന് രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയണം എന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ കണ്ണൂർ തളിപ്പറമ്പിലും തൃക്കരിപ്പൂരും പയ്യന്നൂരും ഉണ്ടായ രാഷ്ട്രീയ പരാജയം CPM പഠന വിഷയമാക്കണം. പാർട്ടി നേതാക്കൾ അഴിമതിക്കാരും സ്വജനപക്ഷപാതികളും ആണ് എന്ന് കണ്ടാൽ അണികൾ ഇനിയുള്ള കാലം കൂടെ നിൽക്കുന്നില്ല എന്ന പാഠമാണ് രാഷ്ട്രീയ കേരളത്തിന് നൽകുന്നത് എന്ന കാര്യവും വിസ്മരിക്കാൻ പാടില്ല. അതുകൊണ്ട് കേരളം ഈ തെരഞ്ഞെടുപ്പിലൂടെ അറിയേണ്ട പാഠങ്ങൾ
കൃത്യമായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് പഠിക്കുവാനും തെറ്റുതിരുത്തുവാനുമുള്ള അവസരമാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം, തെറ്റുതിരുത്തണം എന്ന് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അഭിപ്രായമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി കേരളത്തിൽ 1975 രൂപീകരിക്കപ്പെടുവാനുള്ള കാര്യം സാമൂഹ്യനീതി നടപ്പാക്കുവാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വങ്ങൾ വിമുഖത കാണിച്ചപ്പോഴാണ് എന്ന സത്യം ഞാൻ ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ്. ഇപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സാമൂഹ്യനീതി നടപ്പാക്കുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ് ഈഴവാദി പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നും പോകുവാനും പുറന്തരിഞ്ഞു നിൽക്കുവാനും കാരണമായത് എന്ന് മനസ്സിലാക്കണം എന്നുകൂടി വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം നാളുകളിലും സ്വയം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നാം ഓരോരുത്തരും തയ്യാറാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.